എത്ര കാലം ഇരിക്കും ഇനിയെന്നും സത്യമോ നമുക്ക് ഏതൊന്നുമില്ലല്ലോ. നമുക്ക് അറിയുപോലില്ല ഇനി എത്ര കാലം ഉണ്ടാവുന്നു. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ, ഒരു സോപ്പ് കുമള പോലുള്ളൊരു ദേഹമാണെന്ന്. വീർപ്പ് മാത്രമുണ്ട്, ഇങ്ങനെ കാണും, ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട്. അതൊന്ന് തൊട്ട കഴിഞ്ഞു. വിഷ്വൽ കണ്ടിട്ട് നോക്കൂ. ഒരു സാധാരണ ഗ്രാമീണ കവിയാണ്, അദ്ദേഹത്തിന്റെ വിഷ്വൽസ് നോക്കൂ. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തുപോകുക എന്നേ പറയാവൂ. നമ്മൾ സ്വസ്വരൂപാനുസന്ധാനം ചെയ്യാണ്ട് ഈ ശരീരമാണെന്ന് വിചാരിച്ചിട്ട് ഈ കഷ്ടപ്പെട്ട് നടക്കണ നേരത്ത് നമ്മളങ്ങോട്ട് ഇല്ലാണ്ടായിട്ട് പോകണമെന്ന്, നമ്മുടെ ടൈം നഷ്ടപ്പെട്ടു പോകണം. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറഞ്ഞ ഭക്തി എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപാനുസന്ധാനം. മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി എന്ന് മാത്രം ഇന്നത്തെ ഭക്തി പ്രസ്ഥാനങ്ങൾ ശങ്കരനെ അടർത്തിയെടുത്ത് പറയും. മോക്ഷം കിട്ടാൻ ഭക്തി മതിയും. പക്ഷെ എന്താ ഭക്തി എന്ന് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് 2 വരിയിൽ, അത് പറയില്ല. അവിടെയാണ് നമ്മളെ ചതിക്കുന്നത്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യ വിധേയത. അവനവന്റെ സ്വരൂപത്തെ അനുസന്ധാനം, സദാ ഞാൻ ബ്രഹ്മവസ്തുവാണെന്ന് ചിന്തിക്കുക, ബ്രഹ്മാകാര വൃത്തിയിൽ സദാ ഇരിക്കുക. അതിന്റെ എക്സാമ്പിൾ ആരാ? രുക്മിണി. ബ്രഹ്മാകാര വൃത്തി മനുഷ്യരൂപം കൊണ്ട് നിൽക്കണതാണ് രുക്മിണി. ബ്രഹ്മാകാര വൃത്തി അത്. അത്രമാത്രം ഇരിക്കണ നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. അങ്ങനെ വളരെ ചുരുങ്ങിയ നേർത്ത് ശരീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും തിരുനാമം പാടാനുള്ള ബുദ്ധി നമുക്കില്ല എന്ന് പറയാണ് അദ്ദേഹം. അതുകൊണ്ട് തിരുനാമങ്ങൾ ചൊല്ലുക. മനുഷ്യ ജീവിതം ദുർലഭം. വീണ്ടും അടിച്ചു പറയണു, ഇത് വളരെ ഫ്രജൈലാണ്, ഇത് ഫ്ലീറ്റിംഗ് ആണ്, ഇതിങ്ങനെ എപ്പോൾ കടന്നു പോകും, ഒരു ഞൊടിയിൽ ഇത് കടന്നു പോകും. ഭഗവാന്റെ കണക്കില് 100 വർഷം ജീവിക്കുക, 80 വർഷം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സൂര്യനിൽ നിന്ന് ഇങ്ങനെ നമ്മളൊരു വെളിച്ചം വീഴുമ്പോൾ അതിലൊരു പൊടി കാണില്ലേ, അത്രയേ ഉള്ളൂ. കാലചക്രത്തിൽ നമ്മുടെയൊക്കെ ജീവിതം എവിടെയോ ഒരു ചെറിയൊരു തുള്ളി, ഒരു ഡോട്ട്, ഒരു മൈക്രോ ഡോട്ട് മാത്രം. അത് കഴിഞ്ഞാൽ പൂന്താനം സംസാരത്തിന്റെ വർണ്ണനെ തുടങ്ങണം. ആൾക്കാർക്ക് ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അയ്യോ നിങ്ങളിങ്ങനെ വേസ്റ്റ് ആക്കണമല്ലോ എന്ന് പറഞ്ഞതിന് ശേഷവും ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് സംസാര വർണ്ണന തുടങ്ങണം. ഒരു വിമർശനം, ഇങ്ങനെ നിർമ്മലാനന്ദ സ്വാമി മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ചീത്ത പറഞ്ഞ പോലെ ചീത്ത പറയാൻ തുടങ്ങും. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു തുടങ്ങുന്നത്. പിന്നെ അവിടെ അങ്ങോട്ട് പൂന്താനം അങ്ങോട്ട് മനസ്സ് തുറന്ന് അങ്ങോട്ട് സോഷ്യൽ ക്രിറ്റിസിസം നടത്തുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ട് നടക്കുന്നത് ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായിടുന്നതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നതു ചിലർ. ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. പീലിയിലെ പാടുമ്പോൾ ഉമ്മ കൊടുക്കുന്നില്ല എന്നാ അവന് കേൾക്കുക. എന്താണോ ദക്ഷിണാമൂർത്തി സ്വാമി അവിടെ കറക്റ്റായി പാടിക്കാതെ നമുക്ക് പെട്ടെന്ന് തോന്നും. ദക്ഷിണാമൂർത്തി സ്വാമിയാണല്ലോ അതിന് മ്യൂസിക് കൊടുത്ത്. പെട്ടെന്ന് കേൾക്കും ഉമ്മ കൊടുക്കുന്നില്ല ചിലർക്കാ. എൻ്റെ മോള് പണ്ട് എന്നോട് ചെറുപ്പത്തിൽ ചോദിച്ചാൽ അതെന്താ അച്ഛാ അമ്മയ്ക്കും ഭാര്യയ്ക്കും അച്ഛനും ഒന്നും ഉമ്മ കൊടുക്കുന്നില്ല എന്ന് പറയണത്. ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല, ഉണ്ണാൻ പോലും ഭക്ഷണം പോലും കൊടുക്കുന്നില്ല സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും. ചില ആൾക്കാർ അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ, നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ ശിക്ഷിച്ച് ചൊല്ലണ സമയത്ത് അവരോട് തട്ടിക്കയറും. ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ഉപദേശം ചോദിക്കാൻ നമ്മുടെ അടുത്ത് അനവധി പേര് വരും. 99% പേർക്കും വേണ്ടത് അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഉപദേശം. നമ്മൾ ആ വിദ്യ അറിയാണ്ട് അങ്ങോട്ട് കയറി ഉപദേശിച്ച അവർ പിന്നെ നമ്മുടെ ശത്രുവാണ്. മറക്കരുത്. എല്ലാവർക്കും വേണ്ടത് ഒരു യെസ് ആണ്, എഗ്രിമെന്റ് ആണ്. നമ്മൾ വ്യത്യസ്തമായിട്ടൊന്ന് പറഞ്ഞു പോകും, അതോടെ ശത്രു. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നമ്മൾ ആരെയാണോ നമസ്കരിക്കേണ്ട അവരെ കാണുന്ന നേരത്ത് അവരെ നിന്ദിച്ചു പറയുന്നു. നിന്ദിച്ചത്രയെ പറയുന്നത് ചെയ്യാം. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽക്കുമെന്ന് ചെയ്യാം. ഞങ്ങൾ ഈ പണിയൊക്കെ എടുത്ത് തക്കുണ്ടാക്കിയിട്ടാണ് ഈ ലോകമൊക്കെ ഇങ്ങനെ നിൽക്കണമെന്ന് അങ്ങനെയും പറയണമെന്ന് ചില ആൾക്കാർ. ഇപ്പം നമ്മുടെ ചില അണ്ണന്മാർ പറയുന്നുണ്ടല്ലോ, ഗൾഫിൽ അതുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ പട്ടിണിയുടെ കണക്കാതെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാറുണ്ട്. അതുപോലെ അതൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻസ് ആണ്. ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ജീവിച്ചു പോണത് എന്ന് പറയുന്ന ആ രീതി. അത് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ബ്രാഹ്മണനാണ്, നമ്പൂതിരിയാണ്. അദ്ദേഹം പറയാ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് അഹങ്കാരം കൊണ്ട് തലയുടെ വെയിറ്റോണ്ടേ കുന്തിച്ച് ബ്രഹ്മാവും എനിക്കൊക്കായെന്നും ചില ബ്രഹ്മാവ് പോലും എൻ്റെ ഒപ്പം വരില്ല എന്ന്. അങ്ങനെയുള്ള ചിലർ അർത്ഥാശയ്ക്ക് വിരുത് വിളിപ്പിപ്പാൻ കാശിനോടുള്ള ഭ്രാന്ത് കൊണ്ട്
അഗ്നിഹോത്രാദി ചെയ്യുന്നത് ചിലർന്ന് യാഗങ്ങൾ വരെ ചെയ്യുന്നു. അപ്പൊ എത്ര വലിയ ശത്രുക്കളെ അദ്ദേഹം അക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ എഴുതി വെച്ചിട്ട്. കാരണം ഇന്നത്തെ പോലെയല്ല, ക്ഷേത്രത്തിൻ്റെ അകത്ത് കടക്കാൻ പോലും വേണമെങ്കിൽ തടയാൻ പറ്റും. ഇന്ന് നമുക്ക് ഒരുത്തരും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കടക്കണ തടയാൻ പറ്റില്ല. നമ്മൾ ആ മതപദ്ധതിയിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ജയിൽ പുള്ളി കൊലക്കുറ്റം ചെയ്തവന് പോലും ഭഗവാനെ പോയിട്ട് തൊഴാം നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ.